നൈസ് തങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 6ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവലോകനവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ? 2019-20 കാലയളവിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവലോകനത്തിനായി എടുത്തിരിക്കുന്നത്. നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. 8 പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. പിന്നെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരം എഴുതണം. ഓക്കെ, നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്കിക്കോളൂ. ആക്ടിവിറ്റി 1. We have arrived at conclusions about the shape of Earth through various observations and experiments. നോക്കൂ, നിരവധി നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഇന്നത്തെ നിഗമനത്തിലെത്തിയിട്ടുള്ളത് അല്ലേ? നോക്കൂ. Nowadays, we have many scientific evidence about the shape of Earth is slightly flattened at the poles and bulged at the equator. Name the spherical shape. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് സംശയമില്ലാത്ത വിധം വളരെ ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് ഇന്നുണ്ട്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്ക്. ഈ ഗോളാകൃതിയുടെ പേരെന്താണ്? എന്താ പേര്? ജിയോയിഡ്. എന്താണ്? ജിയോയിഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. സം കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് എർത്ത് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദീസ് കോൺസെപ്റ്റ്സ് ഫ്രം ആൻഷ്യൻറ്റ് ടു മോഡേൺ. ഓക്കെ, ആൻഷ്യൻറ്റ് ടു മോഡേണിലേക്ക് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. Thales believed that Earth is a sphere that floats on water. Magellan's voyage around the world proved that Earth is spherical in shape. Aryabhatta strongly believed that the shape of Earth is spherical and spins on an imaginary axis. Okay, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് എഴുതണം. എന്താ തന്നിരിക്കുന്നത്? മലയാളത്തിൽ ശ്രദ്ധിക്കൂ. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുണ്ടായിരുന്ന ചില ധാരണകളാണ് താഴെ കൊടുക്കുന്നത്. അത്തരം ധാരണകൾ നിലനിന്ന കാലത്തെ അടിസ്ഥാനമാക്കി പഴയതിൽ നിന്നും പുതിയതിലേക്ക് എന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പൈതഗോറസും അരിസ്റ്റോട്ടിലും സ്ഥാപിച്ചു. ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളമാണെന്ന് തെയിൽസ് വിശ്വസിച്ചു. മഗല്ലൻ ലോകം ചുറ്റി സഞ്ചരിച്ച് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അച്ചുതണ്ടിൽ കറങ്ങുന്നുവെന്നും വിശ്വസിച്ചു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പഴയതിൽ നിന്നും പുതിയതിലേക്ക് ക്രമപ്പെടുത്തണം. അപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്? ആദ്യം എന്താണ്? ഭൂമി ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളമാണെന്ന് തെയിൽസ് വിശ്വസിച്ചു. ആദ്യം തെയിൽസ് വിശ്വസിച്ചു. രണ്ടാമത്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പൈതഗോറസും അരിസ്റ്റോട്ടിലും സ്ഥാപിച്ചു. ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അച്ചുതണ്ടിൽ കറങ്ങുന്നുവെന്നും വിശ്വസിച്ചു. മഗല്ലൻ ലോകം ചുറ്റി സഞ്ചരിച്ച് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഓക്കെ, ഇങ്ങനെ വേണം ക്രമപ്പെടുത്താനായിട്ട്. ഓക്കെ, തെയിൽസ് ബിലീവ് ദാറ്റ് എർത്ത് ഈസ് എ സ്പിയർ ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എർത്ത് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. Aryabhatta strongly believed that the shape of Earth is spherical and spins on an imaginary axis. Magellan's voyages around the world proved that Earth is spherical in shape. Okay, clear അല്ലേ? Second question, second activity. Latitudes and longitudes help to locate a place on Earth. Read the note prepared by Appu about longitudes. പ്രവർത്തനം 2. അക്ഷാംശ രേഖാംശ രേഖകൾ ഭൂമിയിൽ സ്ഥാനനിർണയത്തിന് സഹായകമാണ്. രേഖാംശ രേഖകളെക്കുറിച്ച് അപ്പു എഴുതിയ കുറിപ്പ് വായിക്കൂ. രേഖാംശ രേഖകളാണ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ രേഖാംശ രേഖകളെക്കുറിച്ച് അപ്പു എഴുതിയ കുറിപ്പ് വായിക്കൂ. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ രേഖാംശ രേഖകൾക്കും ഒരേ നീളമാണുള്ളത്. ഇരുധ്രുവങ്ങളെയും യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. കിഴക്കേ അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ കിഴക്കേ രേഖാംശ രേഖകളെന്നും പടിഞ്ഞാറേ അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകളെ പടിഞ്ഞാറേ രേഖാംശ രേഖകളെന്നും വിളിക്കുന്നു. അക്ഷാംശ രേഖകൾക്ക് ലംബമായാണ് രേഖാംശ രേഖകൾ വരയ്ക്കുന്നത്.
ഇതുപോലെ അക്ഷാംശ രേഖകളെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. രേഖാംശ രേഖയെക്കുറിച്ച് അപ്പോൾ ഒരു കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ അക്ഷാംശ രേഖകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. All longitudes have equal length. Longitudes are lines that are drawn join both the poles on the globe. The longitudes along the eastern hemisphere called east longitudes and those along the western hemisphere called the west longitudes. Longitudes are drawn vertically over the latitudes. Are you clear? You prepare a short notes on latitudes. അക്ഷാംശ രേഖകൾ ധ്രുവത്തോടടുക്കും തോറും ചെറുതായി വരുന്നു. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. വടക്കേ അർദ്ധഗോളമെന്നും തെക്കേ അർദ്ധഗോളമെന്നും. പിന്നെയോ വടക്കേ അർദ്ധഗോളത്തിലെ അക്ഷാംശരേഖകൾ വടക്കേ അക്ഷാംശരേഖകളെന്നും തെക്കേ അർദ്ധഗോളത്തിലെ അക്ഷാംശരേഖകൾ തെക്കേ അക്ഷാംശരേഖകളെന്നും വിളിക്കുന്നു. ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. ഇതുപോലെ മറ്റെന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം. ക്ലിയർ അല്ലേ? ഇപ്പോൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ? The house that we built, the dress we wear and the food we eat are not made using the materials from our surroundings. But pygmies totally depend on nature for their living. A. Where do pygmies live? B. Prepare a notes stating their relations with nature on the food, clothing and shelter of pygmies. ഓക്കോ, ഇന്ന് നാം നിർമ്മിക്കുന്ന വീടും ധരിക്കുന്ന വസ്ത്രവും കഴിക്കുന്ന ആഹാരവും ഒന്നും തന്നെ നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതല്ല. എന്നാൽ പ്രകൃതിയുടെ മാത്രം സംരക്ഷണയിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ് പിഗ്മികൾ. എ. പിഗ്മികളുടെ ആവാസ പ്രദേശം എവിടെയാണ് പിഗ്മികൾ താമസിക്കുന്നത്? ബി. അവരുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവർ ജീവിക്കുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് സ്ഥാപിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് 3ാമത്തെ പ്രവർത്തനം. അപ്പോൾ പിഗ്മികളുടെ ആവാസ പ്രദേശം എവിടെയാണ്? ഭൂമധ്യരേഖയോട് അടുത്ത പ്രദേശമാണ്. ആഫ്രിക്കയിലെ കോങ്കോ നദീതട പ്രദേശത്താണ് പിഗ്മികൾ വസിക്കുന്നത്. ആഫ്രിക്കയിലെ കോങ്കോ നദീതട പ്രദേശം. ഇനിയോ കുറിപ്പെഴുതുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്താം? വേട്ടയാടി കിട്ടിയ മാംസം, കായ്കനികൾ, കാസാവ തുടങ്ങിയവയാണ് അവരുടെ ഭക്ഷണം. മൃഗങ്ങളുടെ തോലും ഇലകളുമായിരുന്നു വസ്ത്രം. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ടാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. വനങ്ങളെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. അവർ വനത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ തന്നെയാണ് അവരുടെ വാസം. പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അവർ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കണ്ടെത്തിയിരുന്നത്. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 4. The climate and flora and fauna in deserts have its own innate features. A. A fruit which grows in deserts is commonly available in Kerala. Name the fruit. B. What are the features of vegetation in deserts? Third one. Describe the climate features in deserts. എന്താ പറഞ്ഞിരിക്കുന്നത്? മരുപ്രദേശങ്ങളിലെ സസ്യജന്തുജാലങ്ങൾക്കും കാലാവസ്ഥയ്ക്കും തനതായ പ്രത്യേകതകളുണ്ട്. ഓരോ സ്ഥലത്തും അവിടുത്തെ ജീവജാലങ്ങൾക്കും കാലാവസ്ഥയ്ക്കൊക്കെ പ്രത്യേകതകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യം നോക്കൂ. മരുപ്രദേശങ്ങളിൽ സമൃദ്ധമായി വിളയുന്ന ഒരിനം പഴം കേരളത്തിൽ സുലഭമാണ്. ഏതാണ് ആ പഴം? ഈന്തപ്പഴം അല്ലേ? ഈന്തപ്പഴം ധാരാളമായിട്ട് മരുപ്രദേശങ്ങളിലാണ് വിളയുന്നത്. ഡേറ്റ്സ്. ഓക്കെ, ഡേറ്റ്സ്. അടുത്ത ചോദ്യം എന്താ? മരുഭൂമിയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മരുഭൂമിയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദേ ഹാവ് നോ ലീവ്സ്, ഫ്ലഷി സ്റ്റെം അല്ലേ? അതിന് എന്താ ഇലകളില്ല, ആ സസ്യങ്ങൾക്ക് ഇലകളുണ്ടാകില്ല. പിന്നെ ഫ്ലഷി ആയിട്ടുള്ള മാംസളമായ സ്റ്റെമ്മാണ്, കാണ്ഡമാണ് ഉണ്ടാവുക അല്ലേ? അടുത്തത് എന്തായിരുന്നു? മരുഭൂമിയിലെ കാലാവസ്ഥാ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ? പകൽ താപം കൂടുതലാണ്. ഡേ ടൈമിൽ ഹീറ്റ് കൂടുതലാണ്. നൈറ്റിലോ താപം വളരെ കുറവായിരിക്കും. രാത്രിയിൽ താപം വളരെ കുറവായിരിക്കും. പിന്നെ
ഉഷ്ണകാലം ചൂട് വളരെ കൂടുതലാണ്. ശൈത്യകാലത്ത് താഴ്ന്ന അന്തരീക്ഷ താപവും, ശൈത്യകാലത്ത് തണുപ്പ് കൂടുതലുമായിരിക്കും. പിന്നെ മഴ തീരെ കുറവാണ്. റെയിൻ വലുതായിട്ട് ഉണ്ടാകാറില്ല, മഴ വളരെ കുറവാണ് അല്ലേ. ഇതൊക്കെയാണ് അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ. മരുഭൂമിയിലെ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. എന്താ, പകൽ താപം കൂടുതലായിരിക്കും, രാത്രി താപം വളരെ കുറവായിരിക്കും. ഉഷ്ണകാലത്ത് ചൂട് വളരെ കൂടുതലാണ്, അതുപോലെ ശൈത്യകാലത്ത് താഴ്ന്ന അന്തരീക്ഷ താപവുമാണ് അവിടെ ഉണ്ടാവുക. മഴ തീരെ കുറവായിരിക്കും. ക്ലിയർ? അപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കിക്കോളൂ. ആക്ടിവിറ്റി 5. Medieval period in India contributed a lot to the sculptures and architecture. Even now they are the symbols of the rich and diverse cultural tradition of India. A. Name the two most significant moments in the field of literature at that time. B. What were some of the salient features found in the poems at that time? Okay. Malayalam is also a language which is developed through this movement. Name the famous poet who is the father of Malayalam language. D. Name any one of his major works. നോക്കൂ, മധ്യകാലത്ത് ശില്പകലയിലും വാസ്തുവിദ്യയിലും ധാരാളം സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അവ ഇന്നും നമ്മുടെ സാംസ്കാരിക തനിമയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്നു അല്ലേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ തിരിച്ചു വരാം. നോക്കൂ, മധ്യകാലത്ത് ശില്പകലയിലും വാസ്തുവിദ്യയിലും ധാരാളം സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അവ ഇന്നും നമ്മുടെ സാംസ്കാരിക തനിമയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്നു. നോക്കൂ, അക്കാലത്ത് സാഹിത്യ മേഖലയിൽ ഏറെ സംഭാവന ചെയ്ത 2 പ്രസ്ഥാനങ്ങളേവ. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും ഒക്കെ പഠിച്ചതാണ് അല്ലേ. ബി. അക്കാലത്തെ കവികളുടെ രചനകളിൽ കണ്ട പ്രധാന പ്രത്യേകത എന്തായിരുന്നു? എന്ത് പ്രത്യേകതയല്ല അന്നത്തെ കവിതകൾ എഴുതിയിരുന്നത്? നോർമൽ ലാംഗ്വേജ് ആയിരുന്നില്ലേ, സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചിരുന്നത്. അതെന്ത് ചെയ്തു? പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. നോർമൽ ലാംഗ്വേജിൽ എഴുതുന്നത്. മലയാളവും ഇതിലൂടെ വളർന്നു വന്ന ഒരു ഭാഷയാണ്. അതായത് പ്രാദേശിക ഭാഷയായിരുന്നു. അക്കാലത്ത് മലയാള ഭാഷയുടെ വികാസത്തിന് തുടക്കം കുറിച്ച പ്രശസ്ത കവി ആരാണ്? അതായത് മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയുടെ പേരെഴുതും. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അധ്യാത്മരാമായണം, മഹാഭാരതം, ഭാഗവതം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അധ്യാത്മരാമായണം, മഹാഭാരതം, ഭാഗവതം ഇതൊക്കെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രചനകളാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6. A new style of architecture developed during the Sultanate period. This was known as Indo-Islamic style of architecture. From which countries were the skilled architects brought to India for this? B. Prepare a descriptions on the architectural features of the medieval period and publish it on internet to attract foreign tourists. What details do you included in the description? എന്താ ചോദിച്ചിരിക്കുന്നത്? സൽത്തനത്ത് ഭരണകാലത്ത് രൂപപ്പെട്ട വാസ്തുവിദ്യാ ശൈലിയാണല്ലോ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപം കൊള്ളുന്നത് സൽത്തനത്ത് കാലത്താണ് അല്ലേ. ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിനായി ശില്പികളെ കൊണ്ടുവന്നത്? പിന്നെ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി മധ്യകാലഘട്ടത്തിലെ നിർമ്മാണ പ്രത്യേകതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കണം. എങ്കിൽ ആ കുറിപ്പിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തും? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇതിനായി ശില്പികളെ കൊണ്ടുവന്നത്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെയാണ് ശില്പികളെ കൊണ്ടുവന്നത്? തുർക്കി, പേർഷ്യ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് ശില്പികളെ കൊണ്ടുവന്നത് അല്ലേ. ആ കാലഘട്ടത്തിലെ ഫോറിനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? അന്നത്തെ ശില്പങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ നമുക്ക് കുറിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിലെന്തൊക്കെ നിർബന്ധമായിട്ടും വേണം? അന്നത്തെ കെട്ടിടങ്ങളുടെ പ്രത്യേകതകൾ,
അതായത് കമാനങ്ങളും താഴികക്കുടങ്ങളും മീനാരങ്ങളും ഉണ്ട് എന്നും പിന്നെയോ അലങ്കാരത്തിന് വേണ്ടി സസ്യങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ കൊത്തിവച്ചിരുന്നു എന്നും അല്ലെങ്കിൽ കൊത്തിവച്ചിട്ടുണ്ട്. അവയുടെ മനോഹാരിത നിങ്ങൾക്ക് എഴുതാം. പിന്നെ കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ തുടങ്ങിയ ഉപയോഗിച്ചാണ് അന്നത്തെ ശില്പങ്ങൾ പൂർത്തീകരിച്ചിരുന്നത്. പിന്നെ ഇതിനേക്കാളൊക്കെ മനോഹരമായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഉതകുന്ന തരത്തിൽ നിർമ്മിതിയോട് ചേർന്ന് തന്നെ വിശാലമായ പൂന്തോട്ടം, ഇതൊക്കെ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം നമുക്ക് ഇൻ്റർനെറ്റിൽ ഒരു കുറിപ്പ് അയക്കേണ്ടത്. ക്ലിയർ? ആക്ടിവിറ്റി 7. The Arabs acquired the knowledge of science and technology that originated in ancient India. They propagated the concept of zero in Europe. Okay. A. Which numeral system of India was propagated by the Arabs? ഏതാണ്? ഡെസിമൽ സിസ്റ്റം അല്ലേ? ഡെസിമൽ സിസ്റ്റം. Write any 2 contributions of the Arabs in the fields of science and literature. What are the contribution of the Chinese in the field of knowledge during the medieval period? എന്താ പറഞ്ഞിരിക്കുന്നത്? ആക്ടിവിറ്റി 7 എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അവരിലൂടെ 0 എന്ന സംഖ്യ യൂറോപ്പിലടക്കം പ്രചരിക്കാനിടയായി. നോക്കൂ, ഇന്ത്യയുടെ മറ്റേത് സംഖ്യാസമ്പ്രദായമാണ് അറബികൾ പ്രചരിപ്പിച്ചത്? ദശാംശ സംഖ്യാസമ്പ്രദായം അല്ലെ? ഡെസിമൽ സിസ്റ്റം. ദശാംശ സംഖ്യാസമ്പ്രദായം അറബികൾ പ്രചരിപ്പിച്ചത് ഇന്ത്യയിൽ നിന്നാണ് അല്ലേ? അടുത്തത്, അറബികൾ ശാസ്ത്രത്തിനും സാഹിത്യത്തിനുമായി നൽകിയ 2 സംഭാവനകൾ എഴുതുക. ഒത്തിരി സംഭാവനകളുണ്ട്, അതിൽ 2 എണ്ണമെങ്കിലും എഴുതുക. ഏതൊക്കെ എഴുതാം? അൽ-റാസി, ഇബ്ൻ സീന എന്നിവർ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രതിഭകളായിരുന്നു. അവർ നൽകിയ സംഭാവനകൾ എഴുതാം. അൽ-റാസി കിതാബുൽ ഹേവെ വൈദ്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചുവെന്നും ഇബ്ൻ സീന അൽ ഖാനൂൻ എന്ന ഗ്രന്ഥം രചിച്ചു. പിന്നെ ഒമർ ഖയാമിൻ്റെ റുബായിയാത്ത്, ഫിർദൗസിയുടെ ഷാഹനാമ, ഇതൊക്കെ അവരുടെ സംഭാവനകൾ തന്നെയാണല്ലേ. പിന്നെയോ 1001 രാവുകൾ, അതും അറബികളുടെ സംഭാവനയാണ്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അത്രയൊന്നും എഴുതണ്ട, 2 എണ്ണം എഴുതുക ഏതെങ്കിലും. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? മധ്യകാലഘട്ടത്തിൽ ചൈനക്കാർ വിജ്ഞാന രംഗത്ത് നൽകിയ ഏതെങ്കിലും 2 സംഭാവനകൾ എഴുതുക. ചൈനക്കാർ വിജ്ഞാന രംഗത്ത് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട് അല്ലേ? ഇതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? അച്ചടി യന്ത്രം, വെടിമരുന്ന്, വടക്കുനോക്കി യന്ത്രം, വാസ്തുവിദ്യാ വിദഗ്ധർ, പഗോഡകൾ, ഇതൊക്കെ അവർ നമുക്ക് നൽകിയ സംഭാവനകൾ തന്നെയാണ്. അപ്പോൾ ഇതിലും ഏതെങ്കിലും 2 എണ്ണം എഴുതുക. 2 എണ്ണം ചോദിച്ചിരിക്കുന്നത്. അച്ചടി യന്ത്രവും വെടിമരുന്നൊന്നും മറന്നു പോകില്ലല്ലോ അല്ലേ? ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8. ടെമ്പിൾ ആർട്സ് ആൻഡ് റിച്വൽ ആർട്സ് വെയർ ഫോംഡ് ഇൻ ദ മിഡീവിയൽ ഇന്ത്യ. Look, question number A. Identify and write the arts forms in pictures given above. B. Classify them into temple arts and ritual arts. കണ്ടല്ലോ, എന്താ പറഞ്ഞിരിക്കുന്നത്? മധ്യകാല കേരളത്തിൽ അനുഷ്ഠാന കലകളും ക്ഷേത്രകലകളും രൂപം കൊണ്ടു അല്ലേ? അനുഷ്ഠാന കലകളുമുണ്ട്, ക്ഷേത്രകലകളുമുണ്ട്. ചിത്രത്തിലെ കലാരൂപങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ആദ്യത്തെ ചോദ്യം അതാണ്. ചിത്രം തന്നിരിക്കുന്നുണ്ടല്ലോ, 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ ചിത്രങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് അവയുടെ പേരെഴുതുക. ഏതൊക്കെ ചിത്രമാണ് തന്നിരിക്കുന്നത്? ഒന്നാമത്തേത് ഏതാ? തെയ്യം. 2 കഥകളി. 3 ചാക്യാർ കൂത്ത്. 4 കളംപാട്ടെന്നോ കളമെഴുത്തുപാട്ടെന്നോ ഒക്കെ എഴുതാം അല്ലേ? ആദ്യത്തേത് തെയ്യം, 2 കഥകളി, 3 ചാക്യാർ കൂത്ത്, 4 കളമെഴുത്തുപാട്ട് അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ. അവയെ ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ എന്നിങ്ങനെ തരംതിരിച്ചെഴുതുക. തന്നിരിക്കുന്ന 4 ചിത്രങ്ങളെ ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ എന്നിങ്ങനെ തരംതിരിച്ചെഴുതുക. ഇതിലെ ക്ഷേത്രകലകൾ ഏതൊക്കെയാണ്? കഥകളിയും ചാക്യാർകൂത്തും ക്ഷേത്രകലകളാണ്. എന്നാൽ അനുഷ്ഠാന കലകൾ ഏതൊക്കെയാ? തെയ്യവും കളമെഴുത്ത് പാട്ടും എന്താ? അനുഷ്ഠാന കലകളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ പ്രയോജനപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.